ആദ്യ സന്ദർശനം 1920. സന്ദർശിച്ച വർഷം 1920. ആഗസ്റ്റ് 18. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഗാന്ധിജി എത്തിച്ചേർന്നത്. സന്ദർശനത്തിന്റെ ലക്ഷ്യം നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ദേശീയ തലത്തിലുള്ള പ്രചാരണം. PSC ഉത്തരം: ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം. ഗാന്ധിജിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തി കെ. മാധവൻ നായർ. രണ്ടാം സന്ദർശനം. സന്ദർശിച്ച വർഷം 1925. മാർച്ച് 8. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആയിരുന്നു സന്ദർശനം. രണ്ടാം സന്ദർശനത്തിൽ ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിഭായി. ഗാന്ധിജി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ തർജ്ജമ ചെയ്ത വ്യക്തി N. കുമാരൻ. മൂന്നാം സന്ദർശനം. സന്ദർശിച്ച വർഷം 1927 ഒക്ടോബർ 9. ദക്ഷിണേന്ത്യൻ പര്യടനത്തോടനുബന്ധിച്ച് ആണ് ഗാന്ധിജി സന്ദർശിച്ചത്. തൃശൂരിലെ വിവേകോദയം വിദ്യാലയം സന്ദർശിച്ചതും ഖാദിയുടെ പ്രചാരണത്തിൽ പങ്കെടുത്തതും അദ്ദേഹത്തിന്റെ മൂന്നാമത് കേരള സന്ദേശത്തിലാണ്. മൂന്നാം കേരള സന്ദർശനത്തിൽ ഗാന്ധിജി വള്ളത്തോൾ നാരായണ മേനോനെ കണ്ടുമുട്ടി. നാലാം സന്ദർശനം. സന്ദർശിച്ച വർഷം 1934 ജനുവരി 10. ഹരിജൻ ധനസമാഹരണവുമായി ബന്ധപ്പെട്ടാണ് സന്ദർശനം. ഹരിജന ഫണ്ടിലേക്കായി വടകരയിൽ വച്ച് തന്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിത കൗമുദി ടീച്ചർ. അഞ്ചാം സന്ദർശനം. ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ച വർഷം 1937 ജനുവരി 12. ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് ആയിരുന്നു ഗാന്ധിജിയുടെ അവസാനത്തെ കേരള സന്ദർശനം. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1936 നവംബർ 12. ഗാന്ധിജി തന്റെ അവസാന കേരള സന്ദർശനത്തിൽ വെങ്ങാനൂരിൽ വച്ച് അയ്യങ്കാളിയെ കണ്ടുമുട്ടി. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി